GDSൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ മാസം 22-ാം തീയതി മുതൽ GST റേറ്റിലുണ്ടാകുന്ന ചില മാറ്റങ്ങളെപ്പറ്റി നിങ്ങളേവരും അറിഞ്ഞു കാണുമല്ലോ. അതിനായി ഈ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അപ്ഡേഷൻസ് എങ്ങനെ ചെയ്യാം എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ വിശദീകരിക്കുന്നത്. അപ്ഡേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായും എല്ലാവരും ബാക്കപ്പ് എടുക്കേണ്ടതാണ്. രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്കിതിനെ തിരിക്കാം. ആദ്യം അപ്ഡേഷൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. രണ്ടാമതായിട്ട് അപ്ഡേഷൻ ചെയ്തതിന് ശേഷം എന്നു മുതലാണ് ഈ ചേഞ്ച് നിങ്ങൾ വരുത്തേണ്ടത് എന്നതിനെപ്പറ്റിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യമായി അപ്ഡേഷൻസ് എങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നതിനെപ്പറ്റി കാണിച്ചു തരുന്നതാണ്. ആദ്യമായിട്ട് അപ്ഡേഷൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നത് നോക്കാം. അതിനായിട്ട് റെമഡി ഓപ്പൺ ചെയ്തതിന് ശേഷം, നിങ്ങൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ ഹെൽപ്പ് എന്ന് കാണുന്ന ഓപ്ഷനിൽ നിന്നും ജെൻവെബ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആ വിൻഡോ ഓപ്പൺ ആയതിനു ശേഷം അതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ റെമഡി പ്ലസ് റീറ്റെയിൽ GST അപ്ഡേഷൻ എന്ന ലിങ്ക് കാണുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള വിൻഡോ ഓപ്പണായി വരും. ഇതിൽ നിന്നും സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് നിങ്ങളുടെ കാണിച്ചു കൊടുക്കുന്ന ഏത് ലൊക്കേഷനാണോ കാണിച്ചു കൊടുക്കുന്നത് ആ ലൊക്കേഷനിലേക്ക് ഡൗൺലോഡിംഗ് ഫയല് സേവ് ആകുന്നതാണ്. സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലൊക്കേഷനിൽ അപ്ഡേഷൻ ഫയല് ഡൗൺലോഡ് ആകുന്നതാണ്. ഡൗൺലോഡ് ആയതിനു ശേഷം ഈ കാണുന്ന വിൻഡോയിൽ റൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന വിൻഡോയിൽ യെസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ സമയത്ത് ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ഈ വിൻഡോയിൽ കാണുന്നു. അതിൽ ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായി ഓപ്പൺ ചെയ്തിരിക്കുന്ന റെമഡി സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യേണ്ടതാണ്. റെമഡി സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം ഈ വന്നിരിക്കുന്ന വിൻഡോയിൽ ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ അപ്ഡേഷൻ ഇൻസ്റ്റാൾ ആയതിനു ശേഷം റെമഡി വീണ്ടും ഓപ്പൺ ചെയ്യുക. ഈ പാർട്ടിൽ നമ്മൾ അപ്ഡേഷൻ ഇട്ടതിന് ശേഷം എങ്ങനെ ചേഞ്ചസ് വരുത്താം എന്നതിനെ പറ്റിയാണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ആദ്യം ടൂൾസ് ഓപ്ഷനിൽ നിന്നും GST റേറ്റ് ചേഞ്ച് എന്ന് കാണുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ വരുന്ന മെസ്സേജ് ബോക്സിൽ ബാക്കപ്പ് നിങ്ങൾ എടുക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള കൺഫർമേഷനാണ് ചോദിക്കുന്നത്. ഇത് യെസ് കൊടുക്കുക. യെസ് കൊടുക്കുമ്പോൾ ബാക്കപ്പ് ഇൻ പ്രോഗ്രസ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കും. അതായത് ബാക്കപ്പ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കും. ബാക്കപ്പ് എടുത്തതിന് ശേഷം ബാക്കപ്പ് കംപ്ലീറ്റഡ് എന്നുള്ള ഒരു മെസ്സേജ് വരും. ഈ മെസ്സേജ് വന്നതിന് ശേഷം മാത്രമേ ബാക്കി പ്രോസസ്സ് നിങ്ങൾ ചെയ്യാവുള്ളൂ. ഈ മെസ്സേജ് വന്നു കഴിയുമ്പോൾ ഇതിന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ടാക്സ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിന്, അതായത് ഇപ്പോൾ ഇവിടെ പോപ്പുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും നിലവിൽ 12%. ഇതിനെയെല്ലാം നമ്മൾ ഒരുമിച്ച് 5% മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് അപ്ഡേറ്റ് എന്ന് കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ മെസ്സേജൂടെ കാണിക്കും. അതായത് ഈ 12% 5% മാറുകയാണ്. അത് നമ്മൾ വീണ്ടും യെസ് കൊടുക്കുക. യെസ് കൊടുക്കുമ്പോൾ വീണ്ടും ഒരു കൺഫർമേഷനോട് ചോദിക്കും. കാരണം ഇത് ചെയ്തതിന് ശേഷം നമുക്ക് തിരികെ 5% വീണ്ടും 12 കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അപ്പോൾ വീണ്ടും നിങ്ങൾ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ ഇത് 5% മാറുകയുള്ളൂ. അതിനായിട്ട് വീണ്ടും നമ്മൾ യെസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. യെസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ 12% എല്ലാ പ്രോഡക്റ്റുകളുടെയും ടാക്സ് റേറ്റ് 5% മാറും. അതോടൊപ്പം തന്നെ അതിൻ്റെ MRPയും 12% അതിൻ്റെ MRP എത്രയായിരുന്നു അതിൽ നിന്ന് മാറി പുതിയ MRPയിലേക്ക് മാറുന്നതായിരിക്കും. ഈ മെസ്സേജിനും ഓക്കെ കൊടുക്കുക. അതിനുശേഷം
28%, അതായത് 28% നിലവിൽ ടാക്സ് ഉള്ള പ്രോഡക്റ്റുകളെല്ലാം പോപ്പുലേറ്റ് ചെയ്ത് വരും. ഇതിൽ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ഒരുമിച്ച് മറ്റൊരു ടാക്സിലേക്ക്, അതായത് 28-നെ 18-ലേക്കോ 28-നെ 5-ലേക്കോ ഏത് ടാക്സിലേക്ക് വേണമെങ്കിലും മാറ്റാം. ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സൈഡിൽ ടിക്ക് ചെയ്ത് നമുക്ക് മാറ്റാവുന്നതാണ്. അതിനായിട്ട് ഏതൊക്കെ പ്രോഡക്റ്റിനാണോ നിങ്ങൾക്ക് മാറ്റേണ്ടത്, ഏതൊക്കെ പ്രോഡക്റ്റാണോ ഇപ്പോൾ നിലവിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 28-നെ 18-ലേക്ക് മാറ്റുക എന്നുള്ള പ്രോസസ്സാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ മാറ്റുന്നതിനായിട്ട് ഇപ്പോൾ നിലവിൽ 28-ലുള്ളതാണ് ഇപ്പോൾ താഴെ പോപ്പുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന പ്രോഡക്റ്റുകൾ. ഇതിൽ ഏതൊക്കെയാണോ മാറ്റേണ്ടത് അതിനെല്ലാം ടിക്ക് കൊടുക്കുക. ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ 28-ആയി തന്നെ തുടരണം, അതായത് 18-ലേക്ക് മാറ്റണ്ട എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടിക്ക് എടുത്ത് മാറ്റുക. മാറ്റേണ്ട പ്രോഡക്റ്റുകൾ മാത്രം ഈ ടിക്ക് കൊടുത്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് മാറ്റേണ്ട പ്രോഡക്റ്റുകളെല്ലാം ടിക്ക് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 28-ലുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഇവിടെയും നേരത്തെ കാണിച്ചതുപോലെയുള്ള ഒരു മെസ്സേജ് ബോക്സ് വരും. അതിന് യേസ് കൊടുക്കുക. വീണ്ടും കൺഫേം ചോദിക്കും, അതിനും യേസ് കൊടുക്കുക. ആ സമയത്ത് 28 18-ലേക്ക് മാറും. ഇവിടെ നമ്മൾ എല്ലാത്തിനും ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ 28-ലുള്ള എല്ലാ പ്രോഡക്റ്റുകളും 18%-ലേക്ക് മാറുന്നതായിരിക്കും. അതോടൊപ്പം അതിൻ്റെ MRP മാറുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ 18%-ലേക്ക് മാറിയ പ്രോഡക്റ്റുകളാണ്. ഈ 18%-ൽ ഏതൊക്കെ 5 ആകണം, ഏതൊക്കെ 0 ആകണം എന്നതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. വീണ്ടും നമ്മൾക്ക് ഏതെങ്കിലും ടാക്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബോക്സിൽ നിലവിലുള്ള ടാക്സ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതായത് 28% നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണാത്തത് 28%-ലുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ നേരത്തെ തന്നെ 18-ലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 28 എടുക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ പ്രോഡക്റ്റുകളൊന്നും കാണിക്കാത്തത്. ഇനി നമുക്ക് 18%-ൽ നിന്നും ഏതെങ്കിലും പ്രോഡക്റ്റ് 5-ലേക്കോ അല്ലെങ്കിൽ 0 ടാക്സിലേക്കോ മാറ്റണമെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യുക. വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ബോക്സിൽ 5% GST 5% നമ്മൾ സെലക്ട് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ആ സെലക്ട് ചെയ്ത പ്രോഡക്റ്റുകൾ മാത്രം 5%-ലേക്ക് മാറുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് ഓരോ പ്രോഡക്റ്റുകൾ വീതം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരുമിച്ച് സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്യുന്ന രീതി നമ്മൾ ആദ്യം കാണിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വേണമെങ്കിൽ ഓരോ പ്രോഡക്റ്റുകൾ വീതം സെലക്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്ഡേഷൻ ചെയ്തതിന് ശേഷം വീണ്ടും പ്രോഗ്രാം ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ, റെമഡി ഓപ്പൺ ചെയ്യുമ്പോൾ അൺരജിസ്റ്റേർഡ് വേർഷൻ രജിസ്ട്രേഷൻ റിക്വയർഡ് എന്നൊരു മെസ്സേജ് കാണിക്കും. ഈ മെസ്സേജ് കാണുമ്പോൾ രജിസ്റ്റർ ലേറ്റർ കൊടുക്കുക. അപ്പോൾ രജിസ്ട്രേഷൻ 15 ദിവസത്തേക്കുള്ള ഒരു മെസ്സേജ് നിങ്ങൾ കാണും. ഈ മെസ്സേജ് കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല എന്നല്ല അർത്ഥമാക്കുന്നത്. AMC പെൻഡിംഗ് ആണ്. ആ AMC എത്രയും പെട്ടെന്ന് അടയ്ക്കുക എന്നുള്ള ഒരു വാണിംഗ് മാത്രമാണ് ഈ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ അപ്ഡേഷൻ ചെയ്യുന്നതും അതിനുശേഷം ടാക്സ് ചേഞ്ച് ചെയ്യുന്നതിനും 2 ഭാഗങ്ങളായിട്ടാണ് പറയുന്നത്. ഇതിൽ 22-ാം തീയതി നമ്മൾ ബില്ലിങ് ചെയ്യുമ്പോൾ മുതലാണ് ഈ ചേഞ്ചസ് സോഫ്റ്റ്വെയറിൽ വരേണ്ടത്. 22-ാം തീയതി നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പണായി വരുന്ന ആദ്യത്തെ വിൻഡോയിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ടാക്സ് റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് നിങ്ങൾ ചെയ്തിട്ട് 2 രീതിയിൽ നിങ്ങൾക്ക് ഈ ടാക്സ് റേറ്റ് ചേഞ്ച് ചെയ്യാം. അതായത് ഒന്നുകിൽ 21-ാം തീയതി വൈകുന്നേരമോ അല്ലെങ്കിൽ എന്നാണോ 22-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ബില്ലിങ് ക്ലോസ് ചെയ്യുന്നത് ആ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അഥവാ ആ ദിവസം നിങ്ങൾ ചെയ്തില്ല എങ്കിൽ 22-ാം തീയതി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് GST റേറ്റ് ചേഞ്ച് ഫൗണ്ട്, ചേഞ്ച് GST എന്നൊരു മെസ്സേജ് വരുന്നതായിരിക്കും. അങ്ങനെ കാണുന്ന വിൻഡോയിൽ ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ടാക്സ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള കൺഫർമേഷനും അതുപോലെ ആ മെസ്സേജുകളെല്ലാം വരുന്നത് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഓരോ ടാക്സ് വീതം ഏത് ടാക്സ് റേറ്റിലേക്കാണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് നിങ്ങൾ കൃത്യമായി നോക്കി ചെയ്യേണ്ടതാണ്.